നമുക്ക് ഇന്നൊരു തട്ടിക്കൂട്ടി ചിക്കൻ കറി ഉണ്ടാക്കിയാലോ? ചിക്കൻ ആദ്യം ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാവേ. കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഉപ്പ്, മഞ്ഞപ്പൊടി, മുളക് പൊടി, കുറച്ച് ഗരം മസാലയും തൈരും കൂടി ഇട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കുറച്ച് നേരം ഒന്ന് ഫ്രിഡ്ജിൽ വെക്കാവേ. ടൈമില്ലാന്നുണ്ടെങ്കിൽ ഒരു 10 മിനിറ്റ് ഫ്രീസറിൽ വെച്ചാലും മതി. എന്നിട്ട് നമുക്ക് നല്ല വെളിച്ചെണ്ണയിലോട്ട് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് പൊരിച്ചെടുക്കാം കേട്ടോ. ചെറുതായിട്ടൊന്ന് പൊരിച്ചെടുത്താൽ മതി. പൊരിച്ചിട്ട് കറി വെക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. എന്നിട്ട് നമുക്ക് സെയിം എണ്ണയിലോട്ട് തന്നെ നമുക്ക് കുറച്ച് സവോളയും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ആവശ്യത്തിന് പച്ചമുളകും കൂടി ചേർത്ത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാവേ. ഞാൻ പച്ചമുളക് ചേർത്തില്ല, ഞാൻ പകരം വേറൊരു സാധനമാണ് കേട്ടോ ചേർക്കുന്നത്. അത് ഞാൻ കാണിച്ചു തരാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഉപ്പും മഞ്ഞപ്പൊടി ഇട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണേ. ഇരുമ്പ് ചട്ടിയിലാകുമ്പോഴത്തേക്ക് പെട്ടെന്ന് അങ്ങ് വഴന്ന് വരും. അങ്ങനെ വഴന്ന് വന്നതിന് ശേഷം നമുക്ക് പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം. മല്ലിപ്പൊടി, മുളക് പൊടി, ഗരം മസാലയും കൂടി ഇട്ട് പച്ചമണം മാറുമ്പോഴത്തേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. അപ്പോഴാണ് ഞാനൊരു കാര്യം ഓർത്തത്, ഈ പാത്രത്തിൽ എല്ലാം കൂടെ അങ്ങ് സെറ്റ് ആവില്ല. ഞാൻ വിചാരിച്ചങ്ങ് കൊള്ളുമെന്ന്, പക്ഷെ സെറ്റ് ആവില്ലടാ. അങ്ങനെ ഞാൻ പിന്നെ പാത്രം മാറ്റി. ആ ചട്ടി മാറ്റിയിട്ട് ഞാൻ വേറൊരു ചരുവം വെച്ച് അതിലോട്ട് ഉള്ളിയൊക്കെ തട്ടിയിട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പച്ചമുളകിന് പകരമുള്ള സാധനം ഇതാണ് കേട്ടോ. ക്യാപ്സിക്കം ആണ് ചേർത്തത്, വേറെ ഒന്നും കൊണ്ടല്ല. എൻ്റെ ഒരു ക്യാപ്സിക്കം ആത്മാവ് വരെ പുറത്തു വന്നിരിപ്പുണ്ടായിരുന്നു. എന്നാൽ പിന്നെ അതങ്ങ് ചേർക്കാമെന്ന് വിചാരിച്ച് അതിന് ചിക്കൻ വിട്ട് ക്യാപ്സിക്കവും തക്കാളിയും കൂടി ഇട്ട് കഴിയുമ്പോഴത്തേക്ക് ചിക്കനിൽ നിന്ന് വെള്ളം ഇറങ്ങുമായിരുന്നേ. അത് കഴിഞ്ഞിട്ട് കുറച്ച് ചൂടുവെള്ളം കൊണ്ട് ഒഴിച്ച് കഴിയുമ്പോഴത്തേക്ക് കറി സെറ്റായി. അപ്പോൾ അത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യണേ. ബൈ, അടുത്ത വീഡിയോ കാണാം.